ഈ ഒരു വർഷം സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ചിപ്സെറ്റ് ഉണ്ടല്ലോ, അതായത് 8 Gen 2 എന്ന് പറയുന്ന ഒരു മോഡലുമായിട്ട് വന്ന ഒരു മോഡലായിരുന്നു iQOOൻ്റെ 11 എന്ന് പറയുന്ന ഒരു സീരീസ്. അതിലേക്ക് ഒരു മോഡലും കൂടെ വരാൻ പോവാണ്. ഇത് അറിയപ്പെടുന്നത് iQOO 11S എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പം ഇത് അടുത്ത മാസം നമ്മുടെ ചൈനയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കളർ വേരിയൻ്റ് അനുസരിച്ചായിരിക്കും ഡിസൈൻ പാറ്റേണിൽ മാറ്റം വരുന്നത്. ആ ഒരു iQOO 11ൻ്റെ ആ സെയിം ഡിസൈൻ പാറ്റേൺ തന്നെ ആയിരിക്കും ഈ ഒരു 11S എന്ന് പറയുന്ന മോഡലിൽ വരാൻ പോകുന്നത്. കളർ മാറുന്നതനുസരിച്ച് ചില ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു റെക്ടാംഗിൾ ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളും നമ്മുടെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം തന്നെ ആയിരിക്കും ഈ ഒരു മോഡലിൽ വരാൻ പോകുന്നത്. ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ചിപ്സെറ്റും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. 8 Gen 2 എന്ന് പറയുന്ന ഒരു മോഡൽ ചിലർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില സോഴ്സുകൾ പറയുന്നുണ്ട്, അതായത് മീഡിയാടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ചിപ്സെറ്റ് ചിലപ്പം ഈ ഒരു മോഡൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു സീരീസിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 8 Gen 2 ആയിരിക്കും വരാൻ പോകുന്നത്. യാതൊരു മാറ്റവും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് 12GB റാം വേരിയൻറ്റും 512GB സ്റ്റോറേജ് വേരിയൻറ്റും വരുന്നുണ്ട്. ചിലപ്പം ഈ ഒരു മോഡലിൽ 1TB സ്റ്റോറേജ് വേരിയൻറ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് ജസ്റ്റ് റൂമറായിട്ട് അറിഞ്ഞാണ്, ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ചിലപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് 1TB സ്റ്റോറേജ് വേരിയൻറ്റും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. Android 13 അവരുടെ FundaJOS 13 കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോഫ്റ്റ്വെയർസിൻ്റെ കാര്യങ്ങളൊന്നും അവർ ഡൗൺ സൈഡിലേക്ക് നിർത്താറില്ല. എല്ലാം നമുക്ക് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും അവർ തരുന്നുണ്ട്. iQOO 11 ഉണ്ടായിരുന്ന അതേ സെയിം ഡിസ്പ്ലേ പാനൽ തന്നെ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. സ്ക്രീൻ സൈസ് ആണെങ്കിൽ കൂടി 6.78 ഇഞ്ചിൻ്റെ Full HD+ 2K+ ആ ഒരു E6 AMOLED ഡിസ്പ്ലേ കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽ വരുന്നത്. അതിൽ വലിയ മാറ്റം കാര്യങ്ങളും ഉണ്ടാവില്ല. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ മറ്റ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ്, അതായത് ഡോൾബി വിഷൻ, HDR10+ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിലുണ്ടാവും. ഡിസ്പ്ലേ പാനലിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. ആ ഒരു സെയിം ഡിസ്പ്ലേ പാനലായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ 5000 mAh ബാറ്ററിയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സീരീസിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചിലപ്പം ഇങ്ങനെ ഈ ഒരു റൂമർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മുടെ iQOO 11 സീരീസിൽ 120W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു 11S വരാൻ പോകുന്നത് 200W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ അറിഞ്ഞിരിക്കുന്ന റൂമർ വെച്ചാണെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മോഡലിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 50 MBൻ്റെ ആ ഒരു ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും. ഇതിൽ മേജറായിട്ടുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. iQOO 11 ഉണ്ടായിരുന്ന ആ ഒരു ക്യാമറ മൊഡ്യൂളായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും വരാൻ പോകുന്നതെന്നുള്ള പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ന്യൂസും കൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് iQOOൻ്റെ 12 സീരീസും കൂടെ ലോഞ്ച് ചെയ്യാൻ പോകുമായിരിക്കും. അതായത് ഈ വർഷം തന്നെ ലോഞ്ചും കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അതും മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം തന്നെ നമുക്ക് ഈ ഒരു 12 സീരീസും കൂടെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു 11S ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ്. കാരണം വെച്ചാൽ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീരീസ് നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നുള്ളത് ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ചിലപ്പം ഈ ഒരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. പ്രൈസ് ചിലപ്പോൾ കുറച്ച് ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് 200W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ചിലപ്പം കുറച്ചും ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓവറോൾ ഇത്രയാണ് ഈ ഒരു iQOO 11Sൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പം കറൻ്റ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയാണ്, അതായത് ഇതിൻ്റെ കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ഒരു വീഡിയോ കൂടെ ഈ ഒരു മോഡലിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.